السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളായ ഈ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, 49ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ദിക്ർ ചൊല്ലുന്നതിന്റെ സദസ്സുകളെയും അതിനെക്കുറിച്ചുള്ള മഹത്വങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗം കൂടി തുടരട്ടെ. ഫകുല്ലു ജിത്തിമാഇൻ യജ്തമഉ ഫീഹിൽ മുഅ്മിനൂന ലിഇബാദത്തില്ലാഹി തആല, അല്ലാഹു തആലാക്ക് ആരാധിക്കുവാൻ വേണ്ടി സത്യവിശ്വാസികളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ സമ്മേളനങ്ങളും, ഒരുമിച്ച് കൂടുന്നതിന് വലിയ പവിത്രതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. നീണ്ടൊരു സുദീർഘമായ ഒരു ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ. അത് വെച്ചുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള സംസാരം വരുന്നത്. അപ്പോ ഇബാദത്തിനായി ഒരുമിച്ച് കൂടുന്നു മുഅ്മിനുകൾ. അതെവിടെല്ലാം ഉണ്ടോ? യുബാഹില്ലാഹു ബിഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലായിക്കത്തിനോട് ഈ സമുദായം അഥവാ ഈ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസത്തെ കുറിച്ചുള്ള അന്തസ്സുകളും പവറുകളും അള്ളാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയുദക്കിറുഹും ഇൻദദാലിക മാ ഖാലു, ഇതൊക്കെ അള്ളാഹു അവരോട് പറയുന്ന ആ സന്ദർഭങ്ങളിൽ പോലും നമ്മെ സൃഷ്ടിക്കുന്ന സമയത്ത് അവര് ഉന്നയിച്ച എതിരഭിപ്രായത്തിനെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുമാണ് ഇതൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വമാ ഖാലഹു ലഹും വറദ്ദ ബിഹി അലൈഹിം, അല്ലാഹുവിനോട് അവര് പറയുകയും അല്ലാഹു അവർക്ക് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള പ്രശംസകളും മതിപ്പുകളും മംഗളങ്ങളും മലായിക്കത്തിനോട് പറയുകയാണ്. ഏതുപോലെയാണ് സമ്മേളനങ്ങൾക്ക് ഇജ്തിമാഉ ഫീ ദിക്ർ, ദിക്റിനു വേണ്ടി ഈ സമുദായം ഒരുമിച്ച് ദിക്ർ ചൊല്ലും. ഔ സലാത്ത് ജുമുഅ, അതുപോലെ ജുമുഅ നമസ്കാരത്തിന് വേണ്ടിയും ഒരുമിക്കും. ഔ ജമാഅത്തിൻ, മറ്റ് 5 വഖ്ത് നമസ്കാരങ്ങൾക്കുള്ള സമ്മേളനങ്ങൾ. ഔ ജിഹാദിൻ, പരിശുദ്ധമായ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ. ഔ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള മറ്റു പല നല്ല കാര്യങ്ങൾ. ഔ ഫീ വുഖൂഫി അറഫ, ഹജ്ജിന്റെ മുഖ്യ ഘടകമായ അറഫ, അവിടെ സമ്മേളിക്കൽ. ഔ മജാലിസി ഇൽമിൻ നാഫിഇൻ, ഉപകാരമായി നൽകുന്ന ഇൽമിന്റെ സദസ്സുകൾ. ഇവിടെ എല്ലാവരും സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളനങ്ങളാണ്. വഗൈറു ദാലിക, ഈ പറഞ്ഞതല്ലാത്ത മറ്റ് ഏതെല്ലാം നല്ല കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടുമോ, ഒത്തുകൂടുന്നുണ്ടോ, അവയെല്ലാം. ഇതൊക്കെ അല്ലാഹു തആല മലായിക്കത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാനമാനങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫഫ്ഹം ഹാദിഹിൽ മആനിയൽ ഹാസിലത ഫിൽ ഇജ്തിമാഇ ഖാസ്സതൻ, അതുകൊണ്ട് എന്റെ സഹോദര, ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീബ് എന്നവര് സറഹിലൂടെ നമ്മോട് പറയുന്നു, ഇത്തരം സമ്മേളനങ്ങൾ പ്രത്യേകമായി ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ മാത്രം നേടിക്കിട്ടുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയത്തെക്കുറിച്ച് നിന്ന് ആലോചിക്കുക. വൽ ഫവായിദുൽ ഖാസത്തു ഫിൽ ഇജ്തിമാഇ ലിദ്ദിക്രി ലാ തഹസുലു മഅൽ ഇൻഫിറാദി, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റാത്തി പോലുള്ള ദിക്റുകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന പ്രത്യേകമായ പല ഫലങ്ങളും അതിലുണ്ട്. അത് കിട്ടണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചെല്ലിയാൽ കിട്ടുകയില്ല, കൂട്ടമായിരുന്നു കൊണ്ട് തന്നെ ചെല്ലണം. വഇന്നഹു മാ റത്തബൽ മശായിഖുർ റവാതിബ വഹലഖ ദിക്റ ഇല്ലാ ലിദാലിക. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് പൂർവികന്മാരായ മശായിഖന്മാരെല്ലാവരും അവരുണ്ടാക്കിയതായ ഓരോ റാത്തീബുകളും അതിനെ ക്രമീകരിച്ചു കൊണ്ടുവന്നതും അതിനായി സദസ്സുകൾ ഉണ്ടാക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റു പല കാര്യം അതിലില്ല. ഈ കാര്യം മാത്രമാണ് അതിലുള്ളത്. ഹദീസിലൂടെയും ഖുർആനിലൂടെയും പറഞ്ഞ ആ ഫലങ്ങളും മഹത്വങ്ങളും നേടിയെടുക്കലാണ് ഇത്തരം ദിക്റുകളും സദസ്സുകളും മശായിഖന്മാരുണ്ടാക്കിയിട്ടുള്ളത്.
അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിയ റാത്തിബുൽ ഹദ്ദാദ്. വമാ വറദ ഫീ ഖുസൂസി കുല്ലി ദിക്രി മിനൽ ഫളാഇലി ഫഹുവ ഹാസിലുൻ അയ്ളൻ മഅ മാ ഹുവ ഹാസിലുൻ ബിൽ ഇജ്തിമാഇ. നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ റവാത്തിബുകളിലുണ്ട്. ആ ദിക്റുകളിൽ ഉള്ളതായ എല്ലാം പ്രത്യേകതകൾ എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് മുഴുവനും കിട്ടുന്നതാണ്. എന്തോടൊപ്പം തന്നെ ഈ സദസ്സ് ഉണ്ടാക്കിയിട്ട് ആ സദസ്സിൽ വെച്ച് ദിക്ർ ചെല്ലുമ്പോൾ സദസ്സി എന്ന നിലപാടിലൂടെ കിട്ടുന്ന പുണ്യത്തോടൊപ്പം ഓരോ ദിക്റിനുമുള്ളതായ പുണ്യം കിട്ടുന്നതാണ്. അപ്പോൾ കണക്കാക്കാൻ കഴിയാത്ത എത്ര പുണ്യമായി. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വല്ലാഹു യുഅ്തി ഫദ്ലഹു മൻ യശാ. ഇതാണ് അല്ലാഹു തആല ചെയ്യുന്ന ഔദാര്യം. കണക്കില്ലാത്ത ഔദാര്യം അള്ളാന്റെ കയ്യിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ഈ കണക്കില്ലാത്ത അറ്റമില്ലാത്ത ഔദാര്യം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെയുള്ള സദസ്സ് ഉണ്ടാക്കണം എന്ന് നമുക്ക് മനസ്സിലായല്ലോ. സമ്മേളിച്ചുകൊണ്ട് നേടിയെടുക്കേണ്ടതായ പുണ്യങ്ങൾ ഒരിക്കലും ഒറ്റക്ക് കിട്ടുകയില്ല. ഒറ്റക്ക് ദിക്ർ ചെല്ലുമ്പോൾ ദിക്റിന്റെ മാത്രമേ കിട്ടുകയുള്ളൂ. സദസ്സിൽ ഒരുമിച്ചുകൂടി ആളുകൾ ഒരുമിച്ചുകൂടിയാൽ കിട്ടുന്ന നേട്ടം കിട്ടണമെങ്കിൽ സദസ്സ് വേണം എന്ന് മനസ്സിലായല്ലോ. ഫഹം, അതുകൊണ്ട് നീ ആലോചിക്കുക ശരിക്ക്. ഫലാ തളുന്നന്ന അന്നൽ ഹാല മുജ്തമിഉൻ മുൻഫരിദുൻ ഇഹാത്ത്. അതുകൊണ്ട് പറയാനുള്ളത് എന്തെന്നറിയാമോ? മനസ്സിലാക്കി ചിന്തിക്കുക. നീ വിചാരിക്കണ്ട അവസ്ഥകൾ ഇങ്ങനെയൊക്കെയായിരിക്കെ ഒക്കെ ഒന്നാണെന്ന് വിചാരിക്കണ്ട. പിന്നെയോ മുജ്തമിഉൻ മുൻഫരിദുൻ ഹൈഹാത്ത, ഒരുമിച്ച് കൂടിയിരിക്കുക എന്നുള്ളതും ഏകാന്തനായി ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതും വേറെ തന്നെയാകുന്നു. ലൗ കാന കദാലിക ലകാനതി സ്വലാത്തു അയ്ളൻ ബി ജമാഅത്തി മുൻഫരിദൻ സവാഅൻ. ഒറ്റയ്ക്കിരുന്ന് ചെല്ലിയാലും കൂട്ടമായിരുന്നു ചെല്ലിയാലും ഓരോന്ന് ഒറ്റ പുണ്യമായിരുന്നുവെങ്കിൽ, എല്ലാം സമമായിരുന്നുവെങ്കിൽ, നമസ്കാരത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കുക. ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും ഒറ്റക്കായി നിസ്കരിക്കുമ്പോഴും സമമാണോ? സമമാകേണ്ടതായിരുന്നു. അല്ലല്ലോ. വഖദ് ഫാവത്തൻ നബിയ്യു ബൈനഹുമാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന്റെയും ജമാഅത്തായി നിസ്കരിക്കുന്നതിനും ഇടയിലുള്ള ഏറ്റവും വ്യത്യാസം നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടും രണ്ട് തന്നെയാണ്, ഒന്നല്ല എന്ന് മനസ്സിലായല്ലോ. എന്നതുപോലെ തന്നെയാണ് ദിക്റിന്റെ കഥയും. ഒറ്റയ്ക്കിരുന്ന് ചെല്ലുമ്പോൾ വേറെ, കൂട്ടമായിരുന്നു ചെല്ലുമ്പോൾ അതിന്റെ പുണ്യൊന്ന് വേറെയാകുന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസ് തന്നെയാണ്. തഫ്ളു സ്വലാത്തു ഫിൽ ജമാഅത്തി അലാ സ്വലാത്തിൽ ഫർദി 27 ദറജതൻ. ജമാഅത്തായി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നമസ്കാരത്തെക്കാൾ 27 ഇരട്ടി സ്റ്റാൻഡേർഡ് ഉണ്ടാകും എന്നതാണ്. എന്ന് പറഞ്ഞാൽ യഅനി തകൂനു സ്വലാത്തുൽ മുൻഫരിദി മിൻ സ്വലാത്തിൽ ജുമുഅത്തി ബിഖദരി ജുസ്ഇൻ മിൻ 27 ജുസ്അൻ. 27 അംശങ്ങളാക്കി വെച്ചു ജമാഅത്ത് നമസ്കാരത്തിൽ കിട്ടുന്ന പുണ്യം. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ദറജാണ്. ആ 27 ദറജയിൽ നിന്ന് ഒരു അംശം മാത്രമേ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അയ്യുഹുമാ ഇദാ അറഫ്ത ദാലിക അഹബ്ബു ഇലൈക. ഒറ്റയടിക്ക് 27 കിട്ടുന്നതും 27 വട്ടം ചെയ്തിട്ട് കിട്ടുന്ന 27 നോക്കുമ്പോൾ നീ മനസ്സിലാക്കുമ്പോൾ ഏതായിരിക്കും ഏറ്റവും പുണ്യം, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? ഒറ്റടിക്ക് 27 കിട്ടുന്ന ഒന്നല്ലേ? അപ്പൊ ജമാഅത്തിൽ വരും. അല്ല, ഒരംശം മാത്രം മതിയെങ്കിൽ ഒറ്റയ്ക്ക് കരിക്കും. അപ്പൊ 27 വട്ടം ഒറ്റയ്ക്ക് കരിക്കേണ്ടി വരും 27 കിട്ടണമെങ്കിൽ. പൊതുവെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു ലാഭമുണ്ടാക്കേണ്ട കച്ചവടം നമ്മൾ ചെയ്യുമല്ലോ. എന്നതുപോലെ ഏറ്റവും വലിയതായിരിക്കുന്ന നഷ്ടപ്പെടാത്ത ഒരു ലാഭമുള്ള കച്ചവടം വന്നു നമ്മുടെ ദീനിയായ കാര്യത്തിൽ ഇത്തരം ഇബാദത്തുകൾ. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അതുമായി മുന്നോട്ട് പോകുവാൻ. മുസ്ലിം റളിയല്ലാഹു അൻഹു, തുർമുദി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. എന്തെന്നറിയോ? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ
അലാ ഹൽഖത്തിൻ മിൻ സുഹാബിഹി, ഹബീബായ നബി തങ്ങളുടെ ശിഷ്യന്മാരിരിക്കുന്ന ഒരു സദസ്. ആ സദസ്സിന്റെ അരികിലൂടെ നബി തങ്ങളതാ പുറപ്പെട്ടുപോയി. ഫഖാലമ അജ്ലസകും, അപ്പോ നബി അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെ എന്താണ് ഇവിടെ ഇരുത്തിയത്? ആ ഇരുത്തിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖാലു, അവര് പറഞ്ഞു, ജലസ്നാ നദ്കുറുല്ലാഹ വനഹ്മദുഹു എന്നാ. നബിയെ, ഞങ്ങളെല്ലാവരും ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്നത് അല്ലാഹു തആലാനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുമാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നാ. ഫഖാല, അപ്പോൾ നബി തങ്ങൾ അതിനു കൊടുത്ത മറുപടി, ഇന്നഹു അതാനി ജിബ്രീലു വഅഖ്ബറനി അന്നല്ലാഹ യുബാഹി ബികുമുൽ മലായികത. ഈ സദസ്സിലുള്ള ആളുകളെ പ്രചോദനം നൽകി പ്രശംസിച്ചുകൊണ്ട് അവർ ഇരുന്നത് വെറുതെ ആയിട്ടില്ല എന്നും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, എന്റെ അടുത്ത് ഇപ്പോൾ ജിബ്രീൽ വന്നു. അങ്ങനെ ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് മലക്കുകളോട് അല്ലാഹു തആല അന്തസ്സും അഭിമാനവും അതുപോലെ തന്നെ മറ്റുള്ള പ്രശംസകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ ഈ ഹദീസ് എന്ന് മനസ്സിലായ എന്താ വിയാദൽ ഹദീസ്? അപ്പോ ഈ പറഞ്ഞ ഹദീസ് എന്തിനാണ് ഈ ഹദീസ് കൊണ്ടുവന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിലുണ്ടല്ലോ ദലീലുൻ അലാ മാ തഖദ്ദമ മിൻ നതീജത്തി ഖൗലിഹി തആല റദ്ദൻ അലൈഹിം ഇന്നി അഅലമു മാ ലാ തഅലമൂൻ വഹിയ മുബാഹാതുഹു ലഹും ബിഹിം എന്നുള്ളത്. എന്താ ഈ ഹദീസിലുള്ളത്? മുമ്പ് പറഞ്ഞതായ ഒരു കാര്യത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. എന്താ മുമ്പ് പറഞ്ഞത്? ഈ മനുഷ്യജാലങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ളതായ കൂടിയാലോചനയിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മലായിക്കത്ത് നമ്മളെ എതിർത്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞപ്പോൾ അവർക്ക് അല്ലാഹു തആല കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്നുള്ളത്. നിങ്ങൾക്കറിയാത്തതൊക്കെ എനിക്കറിയാമെന്ന് അല്ലാഹു പറഞ്ഞിരുന്നു. അങ്ങനെ മറുപടി കൊടുത്തപ്പോൾ അതിനാൽ കിട്ടുന്നതായ ഒരു ഫലമുണ്ട്, ഒരു നതീജ. എന്താണ് ആ നതീജ എന്നറിയാമോ? വഹിയ മുബാഹാതുഹു ലഹും ബിഹിം. എന്റെ അടിയങ്ങളായ മനുഷ്യവിഭാഗങ്ങൾ ഭൂമി ലോകത്ത് ഇങ്ങനെയുള്ള പുണ്യങ്ങളായിരിക്കുന്ന കൂട്ടമായി ചെയ്ത ഇബാദത്തുകളും സദസ്സും അവർ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അവരെ കുറിച്ചാണല്ലോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യമെന്ന് പറഞ്ഞത്. ഭൂമി ലോകത്തേക്ക് നോക്കൂ മലായിക്കത്തെ, നിങ്ങൾ ചെല്ലൂ, നിങ്ങളൊന്ന് പോയി പങ്കെടുക്കൂ അവിടെ സ്ഥാനമാനം ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ മലായിക്കത്തിന് അല്ലാഹു തആല കൊടുത്ത മറുപടിയുടെ പ്രതിഫലമായി ഇന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഇരിക്കുന്ന സദസ്സുകൾ, ജമാഅത്തുകൾ ഒക്കെ അല്ലാഹു തആല നമ്മെക്കുറിച്ച് അങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിന്റെ രണ്ട് പെരുന്നാളിന്റെയും ഖുതുബയിലും അങ്ങനെ പറയുന്നുണ്ടല്ലോ, നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ട് തക്ബീർ ചൊല്ലി ഖുതുബ കേട്ട് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു എന്റെ അടിയങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് വാനവലോകത്തുള്ള മലായിക്കത്തിനോട് ഭൂമി ലോകത്തേക്ക് നോക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഖുതുബയിലൊക്കെ കാണാമല്ലോ. ഇതൊക്കെ നമുക്കുള്ള പ്രശംസയാണ്. അന്ന് നമ്മെക്കുറിച്ച് എതിർത്തതിന്റെ ഫലമായിക്കൊണ്ട് അല്ലാഹു തആല മലായിക്കത്തിനെ കൊണ്ട് സമ്മതിപ്പിച്ച് നമ്മുടെ സ്ഥാനങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ്. അപ്പോ നമ്മുടെ ഹദ്ദാദ് ഒറ്റയ്ക്കത് ചെല്ലേണ്ടതല്ല എന്നും അതെല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടി ഇരുന്ന് ഇശാ നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടതാണെന്നും മനസ്സിലായല്ലോ. ഈ പുണ്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അങ്ങനെ വേണം. നോക്കൂ, ഹദീസുകൾ തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ടവർ വീണ്ടും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബൈഹഖി ഇമാം അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം. ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞു, ഇദാ മറർതും ബി റിയാദിൽ ജന്നത്തി ഫർതഉ. ഖാലു യാ റസൂലല്ലാഹി വമാ റിയാദുൽ ജന്നത്തി? ഖാല ഹലഖുൽ ദിക്രി എന്നാ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിന്റെ അരികിൽ കൂടെ നടന്നുപോയാൽ ആ സ്വർഗീയ പൂന്തോട്ടത്തിൽ നിങ്ങളൊന്ന് മേയണം. അപ്പോൾ സ്വഹാബാക്കൾ ഇത്തരം നല്ലതായ കൗതുകകരമായ ആ തിരുനാക്കിലൂടെയുള്ള മൊഴികൾ കേട്ടപ്പോൾ വല്ലാതെ ആവേശം കൊണ്ടു. ഏതായിരിക്കും ആ പൂന്തോട്ടം? ഒന്ന് ഉല്ലസിക്കുവാനും അതിൽ പോയി നിരിക്കുവാനും ഒന്ന് ആനന്ദിക്കുവാനും പറ്റുന്ന പൂന്തോട്ടം ഈ ദുനിയാവിലേത്? സ്വഹാബാക്കൾ നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വമാ റിയാദുൽ ജന്നത്തി? ഏതാ നബിയെ പൂന്തോപ്പ്? ഏതാണ് ആ തോട്ടം? ഒന്ന് പറയൂ. ഖാൽ, ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി, ഹൽഖുൽ ദിക്രി, അത് ദിക്റിന്റെ സദസ്സാകുന്നു. അൽഹംദുലില്ലാഹ്. ആലോചിക്കൂ എന്റെ മുഅ്മിനുകളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഗ്യം എത്രയാ! നാളെ സ്വർഗീയ ആരാമത്തിലുള്ളതായിരിക്കുന്ന ഒരു പൂന്തോപ്പാണ് ഇന്ന് ഈ ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ
നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗീയ പൂന്തോപ്പ് ദിക്കറിന്റെ സദസ്സ്. പള്ളിയിലാകുമ്പോൾ അതിന്റെ പുണ്യം, അതോടൊപ്പം തന്നെ അതിൽ വെച്ചുകൊണ്ട് ദിക്കർ ചൊല്ലുന്നതിന്റെ പുണ്യം മറ്റൊന്ന്. എത്രയെത്ര പുണ്യങ്ങളാ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്വർഗീയ പൂന്തോപ്പിന് സമാനമാണ് ഈ ദുനിയാവിലുള്ളതായ ദിക്കറിന്റെ സദസ്സ്. അവ ഈ സദസ്സ് ഇല്ലാതെയാക്കുവാനോ അതിനെതിർക്കുവാനോ ആരെക്കൊണ്ടും പറ്റുകയില്ല. തീർന്നില്ലല്ലോ, ഇനി ആ ദിക്ർ ചെയ്യുന്ന സദസ്സ് പങ്കെടുത്താൽ കിട്ടും നേട്ടം കൂടി പറയട്ടെ. വലിയ വലിയ മഹത്തരം നമുക്ക് വേണ്ടേ? നമ്മൾ പഠിക്കണല്ലോ. അതിനു വേണ്ടിക്കൊണ്ട് തന്നെയാണ് വീണ്ടും ബഹുമാനപ്പെട്ട ഹബീബ് എന്നവര് ഈ ഷറഹിലൂടെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. വാഖറജൽ ബൈഹഖിയു അയ്ളൻ അൻ അബ്ദുല്ലാഹ് ബിൻ മുഅഫൽ. ബൈഹഖി ഇമാം അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ മുഅഫൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും നിവേദനം ചെയ്യുന്നു. എന്താണ് ആ നിവേദനത്തിൽ? ഖാൽ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ കണ്ണിലുണ്ണിയായ ഇഷ്ടക്കനിയായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ ഖൗമിൻ യജ്തമിഊന ലിദിക്രില്ലാഹി തആല, അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുവാൻ വേണ്ടി ഒരൊറ്റ സദസ്സിലും ആരും ഒരുമിച്ച് കൂടിയിട്ടില്ല. ഇല്ലാ നാദാഹും മുനാദിൻ, അതാ ഒരു വിളിച്ചു പറയുന്ന ആൾ അവരെല്ലാവരെയും വിളിച്ചു അറിയിച്ചിട്ടല്ലാതെ. എന്താ വിളിച്ചു പറയുന്ന? മലായിക്കത്താണ് വിളിച്ചു പറയുന്നത്. ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങളൊക്കെ എണീറ്റ് പോയിക്കോളൂ, നിങ്ങളെല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുകയാണ്. ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്തിൻ, നിങ്ങൾ ചെയ്ത എല്ലാ ചെറുതും എല്ലാ തെറ്റുകളെയും നന്മകളാക്കിയതാ മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഈ പുണ്യമായിരിക്കുന്ന ഒരു ദിക്റിന്റെ സദസ്സ് കൊണ്ടാണ്. അപ്പൊ ഏത് രൂപത്തിലാണ് നമ്മൾ ഈ സദസ്സ് ഒഴിവാക്കുക? ഇത് അറിഞ്ഞിട്ടോ അറിയാതെയോ ഒരുപാട് സദസ്സ് ഒഴിവാക്കി പോയിരിക്കുകയാണ്. വൽ ഹദീസുൽ ഖുദ്സിയു സഹീഹുല്ലദീ ഖാല ഫീഹി, ഖുദ്സിയായ ഒരു ഹദീസുണ്ട്. നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തത്. എന്താണ് ആ ഹദീസിലുള്ളത്? അന ഇൻദ അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാകും. അനമഹു ഇദാ ദക്കറനി, അവൻ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അവനെ ഓർക്കും. വഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതു ഫീ നഫ്സി, അവൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു അവന്റെ മനസ്സിലെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ കുറിച്ച് ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ, ഒരു സദസ്സുണ്ടാക്കിയിട്ട് ആ സദസ്സിൽ വെച്ചിട്ടുകൊണ്ടാണ് അവൻ എന്നെ ഓർക്കുന്നത് എങ്കിൽ ദക്കർതു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, ഇവർ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിനേക്കാൾ ഉത്തമമായ ഒരു സദസ്സ് എന്റെ അടുത്തുണ്ട്. ആ ഉത്തമന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ആ സദസ്സിൽ വെച്ച് ഞാൻ ഇവരെ പ്രശംസിക്കും. നോക്കൂ, ഈ പുണ്യ നേട്ടങ്ങളൊക്കെ അള്ളാഹു തആല നൽകുന്നത് അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹ്ക്ക് കൂട്ടമായിരുന്ന് ദിക്ർ ചൊല്ലുക. ഇത്തരം കാര്യം കിട്ടുമ്പോ ആര് കളയാനാണ്? ചുരുങ്ങിയ ആയുസ്സുള്ള നമ്മൾ വലിയ വലിയ നേട്ടങ്ങളാണ് കൊയ്തെടുക്കുന്നത്. അതിന് പറ്റുന്ന സുവർണ അവസരങ്ങളാണ് ഇതിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അവസരങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. وغير ذلك من الأحاديث الدالة على فضيلة الاجتماع على ذكر الله تعالى وفضل حلق الذكر, ദിക്റിന്റെ സദസ്സിന്റെ ശ്രേഷ്ഠത, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠത, ഒരുമിച്ചിരുന്ന് ചെല്ലുന്ന ദിക്റിന്റെ ശ്രേഷ്ഠത, ഇതിന്റെ എല്ലാം അറിയിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. ഇത് മതിയല്ലവിടെ. وإن الذكر في الاجتماع أفضل منه في الانفراد, ഒരുമിച്ചിരുന്ന് ചെല്ലുന്ന ദിക്റാണ് ഒറ്റയ്ക്കിരുന്ന് ചെല്ലുന്ന ദിക്റിനേക്കാൾ അഫ്ളൽ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാ ഇതൊക്കെ പറഞ്ഞത്? വെറുതെ അല്ലല്ലോ. അന്നമാ വറദ മിനൽ ഫദ്ലി ബിൽ ഇൻഫിറാദി കമാ ഫി ഹദീസ്, ഒറ്റയ്ക്കിരുന്ന് ചെല്ലുന്ന കൂട്ടത്തിലുള്ള ശ്രേഷ്ഠത അതുണ്ട്. ഒന്നിനു വേണ്ടി ഒറ്റയ്ക്കിരുന്ന് ചെല്ലുന്ന കൂട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് ചെല്ലുന്നതിലുള്ള ശ്രേഷ്ഠതയെ പറ്റി ഹദീസ് വന്നിട്ടുണ്ട്. എന്ത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ഈ ദിക്ർ ഒറ്റയ്ക്കൊരാൾ ചൊല്ലി, ഫീ യൗമിൻ, ഒരു ദിവസത്തിൽ ഒറ്റയ്ക്ക് ചൊല്ലി. എത്ര വട്ടം ചൊല്ലി? മിഅത മറത്തിൻ, 100 വട്ടം ചൊല്ലി. എന്നാ കിട്ടുന്ന നേട്ടം എന്താ? കാനത്തിലു അദില അശ്റിഖാബ്, ഒരു 10 അടിമയെ മോചിപ്പിച്ചാൽ കിട്ടുന്ന കൂലി കിട്ടും. കുത്തിബത്തിലഹു മിഅത്തു ഹസന, 100 ഹസനത്ത് അത് നൽകപ്പെടുകയും ചെയ്യും. മുഹിയത്ത് അൻഹു മിഅത്തു സയ്യിഅ, 100 തെറ്റ് അവനെ തൊട്ട് നീക്കപ്പെടുകയും ചെയ്യും. കാനത്ത് ലഹു ഹിർസം മിനശ് ശൈത്വാനി യൗമുഹു ദാലിക ഹത്താ യുംസിയ,
പ്രഭാത സമയത്താണ് 100 വട്ടം ഈ ദിക്ർ ചൊല്ലിയത് എങ്കിൽ വൈകുന്നേര സമയം വരെ അന്ന് ശൈത്താന ശല്യം അവനില്ല. അള്ളാഹു അത് അവനെ തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കിട്ടി? ഒരാൾ ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം ചൊല്ലിയാൽ 10 അടിമയെ മോചിപ്പിച്ച കൂലി, 100 ഹസനത്ത്, പിന്നെ 100 തെറ്റ് നീക്കിക്കളയുക, അന്നേ ദിനം വൈകുന്നേരം വരെ ശൈത്താന ശല്യമില്ല. ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഒരാൾക്കുണ്ട്. വലം യഅതി അഹദുൻ ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക. ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആരാണോ അമൽ ചെയ്തതെങ്കിൽ അയാൾ ഒഴിച്ച് ഇത്രയും പുണ്യമായി ഒന്ന് ഇയാളല്ലാതെ ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇയാളാണ് ഏറ്റവും നല്ല പുണ്യമായി കൊടുക്കുന്ന ആള്. ഇയാളെക്കാൾ ഉത്തമൻ ഇതിനേക്കാൾ അമൽ ആര് ചെയ്തോ അയാൾ മാത്രമേ ആയിരിക്കും. ഇത് ഒറ്റയ്ക്ക് ചൊല്ലിയാൽ കിട്ടുന്ന ഒന്നാണെങ്കിൽ പൗവ ഹാസിലു ബിൽ ഇജ്തിമായി, ഈ പറഞ്ഞത് കൂട്ടമായി ഇരുന്ന് ചൊല്ലിയാലും കിട്ടുന്നതാണ്. കണ്ടോ, ഒറ്റയ്ക്ക് ചൊല്ലിയാൽ കിട്ടുന്ന ഈ ദിക്റിന്റെ മഹത്വം കൂട്ടത്തിൽ ഇരുന്ന് ചൊല്ലിയാലും ഈ ദിക്റിന്റെ മഹത്വം കിട്ടും. അതോടൊപ്പം തന്നെ എന്തും കിട്ടും? വൽ മഖ്സൂദു ബിറാത്തിബി സയ്യിദിനാ ഹാദൽ ഇജ്തിമാഉ അലാ ദിക്രില്ലാഹി തആല എന്നിരിക്കെ പിന്നെ എന്തിനാണിത് കൂട്ടമായി ചൊല്ലുവാൻ നമ്മുടെ മഹാനവറുകൾ ആക്കി വെച്ചെന്ന് ചോദിച്ചാൽ ഹബീബ് എന്നവർ പറഞ്ഞു തരുന്നു. വൽ മഖ്സൂദു ബിറാത്തിബി സയ്യിദിനാ, നമ്മുടെ നേതാവായ അലിബിൻ അബ്ദുല്ലാഹിബിൻ അലിൽ ഹദ്ദാദ്, അബ്ദുല്ലാഹിബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റാത്തി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുന്നതിന് മേൽ ഈ ഒരുമിച്ച് കൂടലാണ്. ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ കിട്ടുന്ന നേട്ടങ്ങളോടൊപ്പം തന്നെ ഓരോ ദിക്റിനും കിട്ടുന്നതായ നേട്ടവും കിട്ടും. അപ്പൊ രണ്ടും കിട്ടും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൂട്ടമായി ഇരുന്നാൽ അതിന്റേതും കിട്ടി, ഇതിന്റേതും കിട്ടി. ഇതിനാണ് ഈ സമ്മേളന ദിക്റുകളും റാത്തീബിന്റെ സദസ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതുവരെ പറഞ്ഞ ഹദീസിലൂടെയും ചരിത്രങ്ങളിലൂടെയും പണ്ഡിത മൊഴികളുടെയും നമുക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ ഇനി നമുക്ക് തുടരേണ്ടത് എന്തൊക്കെയാവുന്നു ഹദ്ദാദിലുള്ള ദിക്റുകൾ, എങ്ങനെയാണ് ചൊല്ലിക്കൊടുക്കുന്ന ആൾ ഇരിക്കേണ്ടത്, മറ്റുള്ളവർ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ചെല്ലുന്ന ആൾ എങ്ങനെ ചൊല്ലണം, അത് ഏറ്റു ചൊല്ലുന്നവർ എങ്ങനെ ചൊല്ലണം എന്നുള്ള ചർച്ച ഇൻഷാ അല്ലാ നമുക്ക് തുടങ്ങാം. ഇനി പറയാനുള്ളത് അതാണ്. ഇത് നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു തആല റാഹത്തും സന്തോഷം നൽകി ഇതുപോലുള്ള സദസ്സുകൾ കൂടി ഇബാദത്തും പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മശായിഖന്മാര് രോഗികളായവരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകി ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ തണലിലായി നമ്മുടെ അന്ത്യം വരെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.